ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മക്കളെ, നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന, നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന ഈ റിസൾട്ട് വരുന്നതിൻ്റെ അവസാന നിമിഷം പോലും നിങ്ങളെല്ലാവരും ചോദിക്കുന്ന ഉത്തരങ്ങൾ, അതായത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളുമായിട്ട് ഒരു പുതിയ സന്തോഷകരമായിട്ടുള്ള അപ്ഡേറ്റുകളും വാർത്തയുമായിട്ടാണ് ഈ വീഡിയോയിൽ എത്തിയിരിക്കുന്നത്. സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വേറെ ഒരു തരത്തിലുള്ള അപ്ഡേറ്റും നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മുടെ പ്ലസ് ടുവിൽ പലരും പറയുന്നുണ്ട്, സാർ ഞങ്ങളെ മറക്കുന്നുണ്ടോ? അതായത് ഞാൻ ചില വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ മാത്സിനെയും ഫിസിക്സിനെയും കെമിസ്ട്രിയും സബ്ജക്റ്റിനെ കുറിച്ചും അതിൻ്റെ വാല്യൂഷനെ കുറിച്ചും അതിലെ അധ്യാപകർ പറഞ്ഞതുമൊക്കെ സൂചിപ്പിക്കുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ കൊമേഴ്സിലെയും ഹ്യൂമാനിറ്റീസിലെയും ഒരുപാട് വിദ്യാർത്ഥികളുടെ പരാതികളും അതുപോലെ തന്നെ അവരുടെ പ്രഷറും ടെൻഷനും ഒക്കെ കമൻറ്റുകളായിട്ടും മെസ്സേജുകളുമായിട്ടൊക്കെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പല ചാനലുകളും മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. പ്ലസ് ടു എന്ന് വെച്ചാൽ സയൻസ് മാത്രമല്ല, കൊമേഴ്സും ഹ്യൂമാനിറ്റീസും വേറെ കുറേയേറെ ബ്രാഞ്ചുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരും ഇതേ രീതിയിലൂടെയാണ് കടന്നു പോകുന്നത്. അവരും പ്ലസ് ടു പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് കാത്തിരിക്കുകയാണ്. അവർക്കും അറിയാൻ ആഗ്രഹങ്ങളുണ്ട്, എങ്ങനെയായിരിക്കും തങ്ങളുടെ റിസൾട്ട്, വാല്യൂഷനെ കുറിച്ച്, അതുപോലെ തന്നെ മറ്റ് അപ്ഡേറ്റുകളെ കുറിച്ച്. അപ്പോൾ ടു ബി ഹോണസ്റ്റ്, ജെനുവിൻലി നിങ്ങളോട് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എന്തായാലും മെയ് 22 3 മണിക്ക് നിങ്ങളുടെ റിസൾട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് പരീക്ഷാ ഹാളിൽ നിന്ന്, അത് ബിസിനസ് സ്റ്റഡീസ് ആയിക്കോട്ടെ, അക്കൗണ്ടൻസി ആയിക്കോട്ടെ, പൊളിറ്റിക്സ് ആയിക്കോട്ടെ, ഇനി ജോഗ്രഫി, ഹിസ്റ്ററി, എന്തൊക്കെ ആയിക്കോട്ടെ, ഈ ഒരു ഓരോരോ വിഷയങ്ങളെയും അവരുടെ അധ്യാപകരെ കുറിച്ച് സംസാരിക്കാനോ പ്രത്യേക വീഡിയോ ചെയ്യാനോ എനിക്ക് പറ്റില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, 2025 പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞതിന് ശേഷമുള്ള വാല്യുവേഷൻ, അത് ഈ പറഞ്ഞ പോലെ കെമിസ്ട്രി, ഫിസിക്സ്, അതുപോലെ തന്നെ മാത്സ് കുറച്ച് പാടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ എടുത്താലും പല വിഷയങ്ങളും പാടായിരുന്നു. കൊമേഴ്സിന് ബിസിനസ് സ്റ്റഡീസൊക്കെ നല്ല പാടായിരുന്നു, അക്കൗണ്ടൻസി പാടായിരുന്നു എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ പറഞ്ഞു. പൊതുവേ നോക്കുകയാണെങ്കിൽ 3 ബ്രാഞ്ചുകളിലെയും, പ്രധാനപ്പെട്ട 3 ബ്രാഞ്ചുകളിലെയും പല സബ്ജക്ട്സും പാടാക്കി, അതായത് കടുപ്പിച്ചു എന്നത് നമ്മൾ അധ്യാപകർ തന്നെ ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് പിന്നാലെയാണ് വാല്യുവേഷൻ ക്യാമ്പുകൾ വരുന്നത്. അവിടെയും ഈ ഒരു പർട്ടിക്കുലർലി സയൻസ് വിഷയത്തിന് മാത്രമല്ല, ഇത്തരത്തിൽ പൊതുവേ കടുപ്പിച്ച പ്ലസ് ടു ഇത്തവണത്തെ 2025 പബ്ലിക് പരീക്ഷയ്ക്ക് പിന്നാലെ പല വിഷയങ്ങൾക്കും വാല്യുവേഷനും ആ രീതിയിൽ കടുപ്പിച്ചിട്ടില്ല എന്ന വാർത്തകൾ തന്നെയാണ് നേരത്തെയും എന്നത് നിങ്ങളെ അറിയിച്ചതും. അപ്പോൾ അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് പറയുന്നതിനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ ആലോചിക്കണം. വിദ്യാഭ്യാസ മേഖലയിലെ കഴിഞ്ഞ വർഷത്തെ വിജയ ശതമാനത്തിനേക്കാളും ഏകദേശം 1% ഇത്തവണ ഇൻക്രീസ്, അതായത് വിജയ ശതമാനത്തിലെ ഇൻക്രീസ് 78.69 എന്ന് പറയുന്നത് 80-നോടടുത്ത് വരാനുള്ള സാധ്യതകളാണ് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് തന്നെ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനർത്ഥം നിങ്ങൾ ഓരോരുത്തരും പരീക്ഷാ ഹാളിൽ നിന്ന് എഴുതിയിട്ട് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള കാൽക്കുലേഷനിലൂടെ എത്ര മാർക്കാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അതിൽ നിന്ന് കുറയുവാനുള്ള സാധ്യത വളരെ വളരെ വളരെയേറെ കുറവാണ്. അതായത് നിങ്ങൾക്ക് അർഹതപ്പെട്ട മാർക്കോ അതിലധികമോ കിട്ടുവാനുള്ള സാധ്യത തന്നെയാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും, അത് സയൻസ് മാത്രമല്ല മറ്റ് വിദ്യാർത്ഥികൾക്കും ഉള്ളത്. പിന്നെ നമുക്ക് തന്നെ അറിയാം, വിജയ ശതമാനം കൂടുക എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാസിംഗ് ദ എക്സാം, അതായത് എക്സാമിന് വിജയിച്ചവരുടെ എണ്ണം കൂടുക എന്നുള്ളതാണ്. ആ പാസ് മാർക്ക് എന്ന് പറയുന്ന ബെഞ്ച് മാർക്ക് ക്രോസ് ചെയ്യുന്നവരുടെ എണ്ണം കൂടുക എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇത്തവണ തോൽക്കുന്നവരുടെ എണ്ണം കുറയും. പക്ഷെ അതിനോടൊപ്പം തന്നെ ഇത്തവണ A+കളും, അതായത് ഫുൾ A+കളും 100% വിജയങ്ങളും 1200-1200 കിട്ടുവാനുള്ള സാധ്യത കൂടുമോ എന്ന് ചോദിച്ചാൽ പേഴ്സണലി ഞാൻ പറയും ഇല്ല. കാരണം ഈ ഒരു കടുപ്പിച്ച സംഭവത്തിൽ നമ്മൾ വാല്യുവേഷൻ എത്രയൊക്കെ ലിബറലാക്കിയാലും ആ ഒരു ഫുൾ മാർക്ക് എന്ന് പറയുന്ന എബോവ് ആവറേജ് ക്രൈറ്റീരിയയിലേക്ക് വരുമ്പോൾ അത് പല വിദ്യാർത്ഥികൾക്കും ഒരു പക്ഷേ ദോഷം ചെയ്തേക്കാം. 100% വിജയം കാത്തിരിക്കുന്ന പല സ്കൂളുകൾക്കും അതൊരു പക്ഷേ പണി തന്നേക്കാം. പക്ഷേ പൊതുവേ നോക്കുമ്പോൾ, ജനറലായിട്ട് നോക്കുമ്പോൾ, സ്റ്റുഡൻസിൻ്റെ പൾസ് രീതിയിൽ നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ 100% വിദ്യാർത്ഥികൾക്ക് മാർക്ക് ഇത്തവണ കൂടുക തന്നെയാണ്. അത് സയൻസിലെ കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ് മാത്രമല്ല, അതുപോലെ തന്നെ നിങ്ങൾ കാത്തിരിക്കുന്ന മറ്റ് ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് വിഷയങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ആശ്വസിക്കാനുള്ള വകയുണ്ട്. സാറേ, നാളെ റിസൾട്ട് വരുന്നതുകൊണ്ട് ഇത്ര കോൺഫിഡൻസോടുകൂടി ഇന്ന് പറഞ്ഞിട്ട് പോവല്ലേ എന്ന് ചോദിക്കരുത്. ഇത് ഞാൻ സീരിയസ് ആയിട്ട് നിങ്ങളോട് വളരെ ജെന്യുവനായിട്ട് പറയുകയാണ്. റിസൾട്ട് വരുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതൊന്ന് റിയലൈസ് ചെയ്യാൻ പറ്റിയേക്കാം.
കാത്തിരിക്കാം. നിങ്ങളുടെ സ്വന്തം ചാനലായിട്ട് തന്നെ കാണുക. കൂടുതൽ അപ്ഡേറ്റുകൾ വരും. നാളെയാണ് റിസൾട്ട്. ആ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇട്ടിട്ട് പോകരുത്. അതിനുശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട അഡ്മിഷൻ തീരുമാനങ്ങൾ എടുക്കാനുള്ള സമയമാണ്. ഓക്കെ, ബി റെഡി. ഓക്കെ, നിങ്ങളോടൊപ്പം ഉണ്ട്. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. ബൈ.